തിരുവനന്തപുരം പൂജപ്പുരയിൽ വ്യാപാരികളുടെ കച്ചവടം മുടക്കി നവകേരള സദസ്സ്. ക്രിസ്മസ് കച്ചവടങ്ങൾ പൊടിപൊടിക്കേണ്ട സമയത്താണ് പോലീസിന്റെ നിർബന്ധിത കടയടപ്പിക്കൽ നടന്നത്. നേമം മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ വേദിക്ക് സമീപമുള്ള ഒരു കടകളും ഇന്നലെ പ്രവർത്തിച്ചിരുന്നില്ല. റെഡ് സോൺ ആയതിനാൽ കടയടക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. നേമം മണ്ഡലത്തിൽ നവകേരള സദസ്സ് വേദിക്കരികിൽ 500 മീറ്റർ പരിധിയിൽ ഒരു വ്യാപാര സ്ഥാപനങ്ങൾ പോലും ഇന്നലെ തുറന്നു പ്രവർത്തിച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു ഹർത്താൽ പ്രതീതി. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകാൻ 1 കിലോമീറ്ററിലേറെ ഗതാഗത നിയന്ത്രണമെങ്കിലും വേണം. നവകേരള യാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങൾ താൽക്കാലിക റെഡ് സോണുകളായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുടേതാണ് പ്രഖ്യാപനം. ഇവിടങ്ങളിൽ ഡ്രോൺ പറത്താൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. നടക്കുന്ന വേദി, പരിസര പ്രദേശം, നവകേരള ബസ് കടന്നുപോകുന്ന വഴികൾ എന്നിവിടങ്ങളിൽ ഡ്രോൺ പാടില്ലെന്നാണ് നിർദ്ദേശമുണ്ടായിരുന്നത്. കടകൾ അടപ്പിക്കാൻ നിർദ്ദേശമില്ലെങ്കിലും പോലീസ് നിർബന്ധിപ്പിച്ച് കടകൾ അടപ്പിച്ചു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. നേമം മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ വേദിക്ക് സമീപമുള്ള ഒരു കടകളും ഇന്നലെ പ്രവർത്തിച്ചിരുന്നില്ല. യാത്ര ജനങ്ങളുടെ പരാതി പരിഹരിക്കാനായിരുന്നില്ല എന്ന് മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുമ്പോൾ ഇതാർക്കു വേണ്ടിയാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.